നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആനയെഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടിയെ സ്വാഗതം ചെയ്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. തൃശൂർ പൂരം പഴയ തനിമയോടെ നടക്കുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി. ആചാരങ്ങൾ നിലനിർത്തണമെന്ന സുപ്രീം കോടതി നിരീക്ഷണം ആശ്വാസകരമെന്ന് പാറമേക്കാവ് ദേവസ്വം അധികൃതർ. വിഷയത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന് ഇരുവിഭാഗത്തിന്റെയും വിമർശനം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടി CPM ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. കാറിൽ പോണോ, പണ്ട് നമ്മൾ നടന്നിട്ടില്ലേ എന്ന് വിമർശകരോട് വിജയരാഘവൻ. പരാമർശം CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. അമിത്ഷായുടെ വിവാദ പരാമർശത്തിൽ പ്രതിഫലിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ദളിത് വിരുദ്ധ കാഴ്ചപ്പാടെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ഭരണഘടനാ ചർച്ചയിൽ അനാവശ്യ വിവാദം സൃഷ്ടിച്ചത് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്നും ആക്ഷേപം. നടി മീന ഗണേശ് അന്തരിച്ചു. അന്ത്യം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. നാടകരംഗത്ത് നിന്ന് സിനിമാ ലോകത്തെത്തിയ മീന ഗണേശ് അഭിനയകലയ്ക്ക് സമ്മാനിച്ചത് അതുല്യ സംഭാവന. വാർത്തകൾ വിശദമായി. ആനയെഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത നടപടിയെ സ്വാഗതം ചെയ്ത് തൃശൂർ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. പണ്ട് നടത്തിയിരുന്ന പോലെ ഇനിയും പൂരം നടക്കുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷും ആചാരങ്ങൾ നിലനിർത്തണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി P. ശശിധരനും പ്രതികരിച്ചു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിബന്ധനകൾക്കെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത സുപ്രീം കോടതി ഉത്തരവിനെ ഇരു ദേവസ്വങ്ങളും സ്വാഗതം ചെയ്തു. നിയന്ത്രണങ്ങൾക്കെതിരെ ആദ്യം സുപ്രീം കോടതിയിൽ പോകേണ്ടിയിരുന്നത് ഗുരുവായൂർ ദേവസ്വമായിരുന്നുവെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് ചൂണ്ടിക്കാട്ടി. അതുണ്ടായില്ല. അതേസമയം ദേവസ്വങ്ങൾക്ക് വളരെയധികം ആശ്വാസം പകരുന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു തന്നെയാണ് ഇതുവരെയും പൂരം നടത്തിയത്. അത് ഇനിയും തുടരും. പണ്ട് എങ്ങനെ പൂരം നടന്നോ അതുപോലെ ഇനിയും നടക്കും. ആനകളെ നന്നായി നോക്കണം എന്നതിൽ സംശയമില്ല. ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ ഒരു ബില്ല് തന്നെ വേണമെന്നാണ് ഇപ്പോഴും ആവശ്യപ്പെടുന്നതെന്നും നിയമനിർമ്മാണം വേണമെന്ന് സർക്കാരിനോട് വീണ്ടും ആവശ്യപ്പെടുകയാണെന്നും P. രാജേഷ് പറഞ്ഞു. ഇല്ല, സ്റ്റേ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ആശ്വാസമല്ല. ഇതില് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കാനായിട്ട് ഒരു ബില്ല് തന്നെ പാസ്സാക്കണം. അല്ലെങ്കിൽ ഇതുപോലെ NGOമാർ ഇടയ്ക്കിടയ്ക്ക് കയറി ഇതിലൊക്കെ ഇടപെട്ട് ആദ്യം ജല്ലിക്കെട്ടാവും, പിന്നെ തൃശ്ശൂർ പൂരവും, നാളെ പത്മനാഭസ്വാമിയുടെ എഴുന്നള്ളിപ്പാവും. അപ്പൊ ഇതിൽ ഓരോന്നിനും ഇടപെടാണ്ടിരിക്കാനായിട്ട് ഈ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് പ്രിസർവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു ബില്ല് കൊണ്ടുവന്ന് അത് പാസ്സാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആചാരങ്ങൾ നിലനിർത്തണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി P. ശശിധരൻ ചൂണ്ടിക്കാട്ടി. വലിയ ആശങ്കയാണ് എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നത്. ഈ ഘട്ടത്തിലാണ് അനുകൂല വിധി. ഇത് ശുഭപ്രതീക്ഷ പകരുന്നതാണ്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വിഷയം പരിഗണിക്കണം. ഗുരുവായൂർ ദേവസ്വത്തിനും കോടതിയിൽ പോകാൻ ബാധ്യതയുണ്ടായിരുന്നുവെന്നും ആ ബാധ്യത അവർ നിർവഹിച്ചില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി P. ശശിധരൻ കുറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിൽ ചെവിക്കൊള്ളണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രതിസന്ധി ഘട്ടത്തില് ഗുരുവായൂർ ദേവസ്വവും അതേമാതിരി കൊച്ചിൻ ദേവസ്വം ബോർഡും എടുത്ത തീരുമാനം അത് വളരെ വിഷമകരമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോളം. പക്ഷെ ഇപ്പോ ഞങ്ങളത് തിരുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു തീരുമാനത്തിന്. എന്താ വെച്ചാൽ ഗുരുവായൂർ ദേവസ്വത്തിന് 10-50 ആനകൾ മേലെ ഉള്ള സ്ഥലത്താണ് അവർ ഒരു ആനപ്പുറത്ത് ആചാരം നിർത്തിക്കൊണ്ട് ഉത്സവം നടത്താനായിട്ട് തീരുമാനിച്ചത്. അത് തീർത്തും തെറ്റായിട്ടൊരു കാര്യമാണ്. ഇപ്പൊ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒന്ന് സർക്കുലർ ഇറക്കിയിരുന്നു. പക്ഷെ ഇതിപ്പോ അതിനൊക്കെ മറികടന്ന് പരമോന്നത കോടതി ഇപ്പൊ ഒരു ഉത്തരവിട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ ഉത്സവ ആഘോഷ പെരുന്നാൾ പള്ളി നേർച്ച എല്ലാവർക്കും വളരെ ആശ്വാസം നൽകുന്നതും സന്തോഷം നൽകുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടി മീന ഗണേശ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പുലർച്ചെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം.
അന്തരിച്ച നാടകാചാര്യൻ AN ഗണേശിന്റെ ഭാര്യയാണ്. ഷൊർണൂർ ചുടുവാലത്തൂർ മനോജ് വിഹാറിലായിരുന്നു താമസം. പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കോ? തീ വെറുതെ അങ്ങനെ പിടിക്കോ? വിറക് പറയെ പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക, പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക, ചെമ്പെടുത്ത് കിണറ്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക, കാർത്തിക് നടന്നോളൂ. ഞാൻ നടന്നോന്നങ്ങോട്ട് വിചാരിക്കുക, എന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് നടന്നോളുക. ഏതാനും നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം പ്രയാസം നേരിട്ടിരുന്ന മീന ഗണേശിന് 5 ദിവസം മുമ്പാണ് വാണയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടായ ഒട്ടേറെ വേഷങ്ങൾ അനശ്വരമാക്കിയ നടി വ്യാഴാഴ്ച പുലർച്ചെ വിട പറഞ്ഞു. 81 വയസ്സായിരുന്നു. ഷൊർണൂരിലെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കലാസാംസ്കാരിക രാഷ്ട്രീയ ഭരണരംഗങ്ങളിലെ നിരവധി പ്രമുഖരും കലാസ്നേഹികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. വലിയ പ്രതിഭയാണ് അരങ്ങൊഴിഞ്ഞതെന്നും ഷൊർണൂരിന്റെ കലാസാംസ്കാരിക മേഖലയെ സംബന്ധിച്ച് മീന ഗണേശിന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്നും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. അഭിനയരംഗത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച, ഒരുപക്ഷെ നാടകരംഗത്ത് ലൂടെ അരങ്ങേറ്റം കുറിച്ച മീന ഗണേശ് സിനിമയിലേക്കും സീരിയലിലേക്കുമെല്ലാം അഭിനയ മികവ് കൊണ്ട് തൻ്റേതായിട്ടുള്ള ഒരു ഇടം നേടിയിട്ടുള്ള ഒരു അതുല്യമായിട്ടുള്ള കലാകാരി കൂടിയാണ് മീന ഗണേശ്. വളരെ ഷൊർണൂരിനെ സംബന്ധിച്ച് മറ്റൊരു നാടകരംഗത്തുള്ള അതല്ലെങ്കിൽ അഭിനയ രംഗത്തുള്ള മറ്റൊരു പുരോഗതി കൂടി വിടുകയാണ്. നമ്മുടെ നാടകരംഗത്ത് തന്നെ പ്രഗത്ഭനായിട്ടുള്ള AN ഗണേശിൻ്റെ സഹധർമ്മിണി കൂടിയാണ് മീന ഗണേശ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിനും സിനിമ, സീരിയൽ, നാടക രംഗത്തും അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച മീന ഗണേശിൻ്റെ വേർപാട് നമുക്കെല്ലാവർക്കും വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. താരജാടകളില്ലാതെ ലളിത ജീവിതം നയിച്ച മീന ഗണേശ് നാടിന് പ്രിയങ്കരിയായിരുന്നെന്ന് കൗൺസിലർ KM ലത അനുസ്മരിച്ചു. ഇക്കഴിഞ്ഞ 13-നാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏതാനും നാളുകളായി അവർ ഏറെ അവശതയിലായിരുന്നെന്നും കൗൺസിലർ പറഞ്ഞു. അവരിവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം ഉണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ 13-ാം തീയതി തീരെ വയ്യാതെ അങ്ങനെ അവരുടെ മകളാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഒന്ന് അമ്മേനെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലെന്ന്. അതിൻ്റെ ഭാഗമായി ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവരിങ്ങനെ വീണ് ഇരുന്ന് ഇങ്ങനെ ശ്വാസം വലിക്കുന്ന ഒരിതാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 108 ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. കഴിഞ്ഞ 13-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി PK ദാസിലെത്തിച്ചു. ഇതാ ഇന്ന് പുലർച്ചെ, ഇന്ന് വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടുകൂടി മരണപ്പെട്ടു. നാടകത്തിലൂടെയാണ് മീന ഗണേശ് സിനിമയിലെത്തുന്നത്. ഏറെക്കാലം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു. 1976-ൽ PA ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അഭ്രപാളിയിലെ അരങ്ങേറ്റം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, നന്ദനം, മീശമാധവൻ, കരുമാടിക്കുട്ടൻ, വാൽക്കണ്ണാടി തുടങ്ങി 200ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കലാഭവൻ മണിക്കൊപ്പമുള്ള അമ്മ വേഷങ്ങളിൽ ഏറെ തിളങ്ങി. ഇല്ല, ഇനി പറയാതെ വയ്യ. പല തവണയായി അവൻ ഈ പോക്കിരിത്തരം കാണിക്കുന്നു. വീട്ടിൽ പറയണ്ട ഇവൻ തടഞ്ഞിട്ടാ. 8 വയസ്സിൽ എന്നെ വിട്ടുപോയ എന്റെ അപ്പൂന്റെ സ്ഥാനത്താ ഞാനിവനെ കാണുന്നേ. കണ്ടം പൂട്ടിലെ കന്നിനോട് കാട്ടിലെ തേങ്കിലും കാണിച്ചൂടെ ഇവനോട്? ഞാൻ ഇറങ്ങുക. മാനസികവും ശാരീരികവുമായ വിഷമതകൾ മൂലം ഏതാനും വർഷങ്ങളായി അഭിനയരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ആ പ്രതിഭ. നെഗറ്റീവ് ക്യാരക്ടറുകളും ഹാസ്യവേഷങ്ങളും ഉൾപ്പെടെ അഭിനയകലയുടെ എല്ലാ മേഖലകളും വഴങ്ങുമായിരുന്ന മീന ഗണേശന് നാടകകലയുടെ അടിത്തറ സ്വാഭാവിക അഭിനയ തികവിന് എന്നും കരുത്തായി. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണോ അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്.
22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്തപുത്രൻ. ഇപ്പൊ +2 പഠിക്കാം. 2-ലോ? 2-ലല്ല മാവ, 12-ലാ. കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു. ഇതിപ്പോ സ്കൂളിലായതുകൊണ്ട് +2 ആയെന്ന് മാത്രം. കാപ്പി താമ, ഞാനിപ്പോ വരാം. വാ. എന്നാലും എന്റെ ഓമനക്കുട്ട, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷവും കെട്ടി സ്കൂളിൽ പോവാൻ നാണാവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. 10th കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് കോളേജ് കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടുവരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ. എങ്കിലും നശിച്ച യൂണിഫോമിൽ നിന്ന് ഞാൻ എന്നേ രക്ഷപ്പെടുമായിരുന്നു. അന്തരിച്ച പ്രശസ്ത നാടകാചാര്യൻ AN ഗണേഷിന്റെ പത്നിയാണ് മീന ഗണേഷ്. സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും കലാലോകത്ത് അർഹിക്കുന്ന അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ലെന്ന പരാതികൾ കലാസ്നേഹികൾ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. ബിന്ദു മനോജ്, സീരിയൽ ഡയറക്ടർ മനോജ് ഗണേഷ് എന്നിവരാണ് മക്കൾ. സംസ്കാരം വൈകുന്നേരം 4 മണിക്ക് ശാന്തിതീരത്ത് നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടി CPM ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. കാറിൽ പോണോ, പണ്ട് നമ്മൾ നടന്നിട്ടില്ലേ എന്നായിരുന്നു വിജയരാഘവന്റെ ചോദ്യം. CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിലാണ് A. വിജയരാഘവന്റെ പരാമർശങ്ങൾ. റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനെതിരായ വിമർശനങ്ങളെ പരിഹസിച്ചുകൊണ്ടായിരുന്നു A. വിജയരാഘവന്റെ പ്രസംഗം. 10 മനുഷ്യർക്ക് പോകാൻ ഇത്ര സ്ഥലം പോരെ, എല്ലാവരും കാറിൽ പോണോ, പണ്ട് നമ്മൾ നടന്നിട്ടില്ലേ, ഇത്ര വലിയ കാറ് വേണോ, ഒരു കുഞ്ഞു കാറിൽ പോയാൽ പോരെ, ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവുകയല്ലേ എന്നൊക്കെയായിരുന്നു ആക്ഷേപഹാസ്യകരമായ പരാമർശങ്ങൾ. 10 മനുഷ്യൻ പോകുമ്പോൾ എത്ര സ്ഥലം പോരെ, 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്, നടന്നു പോയപ്പോരെ. എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ, ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല, ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാറ് വേണോ, അത് വേണം. എന്നാൽ ഒരു കുഞ്ഞു കാറ് പോയപ്പോരെ. പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവല്ലേ. 25 കാറ് ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ, 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മനസ്സിലായി? ആ കാറിലാരാ മെല്ലെ ഇങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണാൻ പോകും, ഞായറാഴ്ച തിരക്ക് കൂടുതലാ. കാറൊക്കെ എടുത്തിന് അമ്മായിമ്മേന്റെ വീട്ടിക്ക് പോകുക, അങ്ങനെ വർത്തമാനം പറഞ്ഞു, ഇങ്ങനെ വർത്തമാനം പറഞ്ഞു സല്ലപിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കയിൽ വളരെ കുറവായിരിക്കും. ഞാനതിനെതിരൊന്നുമില്ല, കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാറിൽ പോകാൻ അവകാശമുള്ളതുപോലെ ജാഥ നടത്താനും പാവപ്പെട്ടവർക്ക് അവകാശമുണ്ടെന്നും വിജയരാഘവൻ പറഞ്ഞു. എല്ലാവരും കൂടി കാറിൽ പോകേണ്ട കാര്യമില്ല. 25 കാറ് പോയാൽ 25 ആളുകളെ ഉണ്ടാകൂ. ഇത്രയും വലിയ കാറിൽ പോകണോ, ചെറിയ കാറിൽ പോയാൽ പോരെ. കാറെടുത്ത് ചുറ്റാനിറങ്ങുകയാണ്, സല്ലപിച്ച് വർത്തമാനം പറഞ്ഞാണ് പോകുന്നത്. അത്യാവശ്യമുള്ള കാർ യാത്രയൊക്കെ കുറവായിരിക്കും. കാറുള്ളവർ കാറിൽ പോകുന്നത് പോലെ പാവപ്പെട്ടവർക്ക് ജാഥ നടത്താനും അവകാശം അനുവദിച്ചു നൽകണമെന്ന് A. വിജയരാഘവൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അംബേദ്കറെ അപമാനിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ ദളിത് വിരുദ്ധ കാഴ്ചപ്പാട് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ഭരണഘടനാ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ അനാവശ്യ വിവാദം സൃഷ്ടിച്ചത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്നും DCC സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത A. തങ്കപ്പൻ കുറ്റപ്പെടുത്തി. രാജ്യസഭയിലും ലോക്സഭയിലും കേന്ദ്ര സർക്കാർ അംബേദ്കറെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് DCCയുടെ നേതൃത്വത്തിൽ പാലക്കാട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഭരണഘടനയുടെ സ്ഥാനത്ത് മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് A. തങ്കപ്പൻ കുറ്റപ്പെടുത്തി. സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യത്തെ ഒറ്റിയവർ ഇപ്പോഴും ഈ നില തുടരുകയാണ്. രാജ്യത്തിൻ്റെ മതേതരത്വം കോൺഗ്രസിനു മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് ഓരോ ദിനവും വ്യക്തമായി വരികയാണ്. സംഘപരിവാറിൻ്റെ കുടില തന്ത്രങ്ങൾ രാജ്യത്ത് വിലപ്പോകില്ലെന്നും A. തങ്കപ്പൻ പറഞ്ഞു. KPCC സെക്രട്ടറി C. ചന്ദ്രൻ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, മണ്ഡലം പ്രസിഡന്റ് CV സതീഷ്, P. ബാലൻ, ഭവദാസ്, രവീന്ദ്രൻ, മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണയംകുളത്ത് കുടുംബശ്രീ നേതൃത്വത്തിൽ അതിദരിദ്രർക്കുള്ള ധനസഹായ വിതരണം നടന്നു. ഉജ്ജീവനം ധനസഹായ വിതരണം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. രൂപം നൽകണമെന്ന് തീരുമാനിച്ചത്
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിദാരിദ്ര്യരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സർവേ നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സൂക്ഷ്മതലത്തിൽ നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ ഒരു സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ തിട്ടപ്പെടുത്തിയെന്നർത്ഥം. ഇവിടെ പറഞ്ഞു 69,000 ശിഷ്ടം ആളുകളാണ് ഈ 3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത് എന്നാണ്. ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൂരജ്, ബ്ലോക്ക് മെമ്പർ AG റജീന, AP പ്രസാദ്, KS മഞ്ജിബ, AC സുബ്രഹ്മണ്യൻ, സുജിത് P രാജ്, CDS ചെയർപേഴ്സൺ TR അംബിക എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. രാജ്യത്ത് തന്നെ മികച്ച പോലീസ് സംവിധാനം കേരളത്തിലാണെങ്കിലും സേനാംഗങ്ങളുടെ മനോവീര്യം തകർക്കുന്ന രീതികൾ വർദ്ധിക്കുന്നത് പരിശോധിക്കപ്പെടണമെന്ന് A. പ്രഭാകരൻ MLA. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. പ്രഭാകരൻ. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് A. പ്രഭാകരൻ MLA പറഞ്ഞു. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒട്ടേറെ നവീകരണ പദ്ധതികളാണ് പോലീസ് സേനയിൽ നടപ്പാക്കിയത്. സേനയെ കളങ്കിതപ്പെടുത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ അധികാരത്തിൽ വന്നാൽ അത് ചീത്തയാക്കാനും പോലീസുകാരും വിചാരിച്ചതാണ്. വളരെ പെട്ടെന്ന് ലക്ഷ്യപിടിക്കുന്ന ഒന്ന് പോലീസിന്റെ ആറ്റിറ്റ്യൂഡ്, പോലീസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താന്നുള്ളത് ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും കഴിയില്ല. ഒരു കുറ്റകൃത്യം കണ്ടിട്ട് ഉണ്ടാതിരുന്നു, അത് പോലീസിന് ലാസ്റ്റ് ന്യായീകരിക്കപ്പെടുന്നു. അത് അവരെ കയറി നമ്മൾ അതൊന്ന് തടയാൻ വേണ്ടി ശ്രമിച്ച് അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടാൽ ആ കുഴപ്പം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഗവൺമെന്റ് ആഗ്രഹിക്കണം എന്നാവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുക എന്നത് പോലീസ് സേനയുടെ ഒന്നാണ്. അതായത് നിങ്ങൾ റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ഞാൻ പറയുന്നത് ജീവിതത്തിലൊരു പ്രയാസം, ജീവിതത്തിൽ നല്ലൊരു ശതമാനം സർവീസ് ഉണ്ടാകുമ്പോൾ വല്ലാത്ത പിരിമുറുക്കം. റിട്ടയർഡ് SP MK പുഷ്കരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KPA ജില്ലാ പ്രസിഡന്റ് M. നൂർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. DYSP C. സുന്ദരൻ, സംസ്ഥാന പ്രസിഡന്റ് KK ജോസ്, KPOA ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ, KPA ജില്ലാ പ്രസിഡന്റ് സുനിൽ, L. ശിവകുമാർ, C. ബാലകൃഷ്ണൻ, P. കുമാരൻ, T. കുഞ്ചു, KT രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡിവൈഡറിന് പാതയോരത്ത് വിശ്രമം. പറളി ചെക്ക് പോസ്റ്റിൽ റോഡ് മുറിച്ചു കടക്കാനാവാതെ നാട്ടുകാർ വട്ടം തിരിയും. വാഹന ഗതാഗതം നിയന്ത്രിക്കാനും കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനും പോലീസ് സ്ഥാപിച്ച ഡിവൈഡറുകൾ പാതയോരത്തേക്ക് മാറ്റിയിട്ടിട്ട് മാസങ്ങൾ കഴിയുന്നു. ഇക്കാരണത്താൽ അമിത വേഗതയിൽ നിരനിരയായി വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ കഴിയാതെ യാത്രക്കാർ ദുരിതം പേറുകയാണ്. ഗതാഗത തിരക്കേറിയ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പറളി ചെക്ക് പോസ്റ്റിലാണ് റോഡ് മുറിച്ചു കടക്കാനാകാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ വട്ടം തിരിയുന്നത്. ഡിവൈഡറുകൾ സ്ഥാപിച്ചാൽ വാഹന വേഗത കുറയ്ക്കാനാകുമെന്നും യാത്രക്കാരുടെ ദുരിതത്തിന് ശമനമുണ്ടാകുമെന്നും ഡിവൈഡറുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 3 റോഡുകൾ ജോയിൻ ചെയ്യുന്നതാണ്. ഒന്ന് നമ്മുടെ മുണ്ടൂർ വഴിക്ക് പോകുന്ന റോഡ്, പിന്നെ പാലക്കാട് പോകുന്ന റോഡ്, പട്ടാമ്പി. നല്ല തിരക്കുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡിവൈഡർ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഡിവൈഡർ ക്രോസ് ചെയ്ത് ദിവസം വെക്കുന്നതിന് പകരം ഡിവൈഡർ ഒരു സൈഡിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഡിവൈഡർ ക്രോസ് ആയിട്ട് ഇടുകയാണെങ്കിൽ വാഹനങ്ങൾ കുറച്ച് നിയന്ത്രിച്ചു വരും. തൊട്ടടുത്ത് കോളേജും 2 കോളേജും ഒക്കെ സ്കൂളും ഒക്കെ ഉള്ള സ്ഥലമാണ്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. ബാക്കിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സ്കേറ്റിംഗിലൂടെ ശബരിമല ലക്ഷ്യമിട്ട് പാലക്കാട്ടെ +2 വിദ്യാർത്ഥി മനുരാജ്. ശബരിമലയിലേക്കുള്ള മനുരാജിന്റെ സ്കേറ്റിംഗ് തീർത്ഥാടനത്തിന് ആശംസകൾ അർപ്പിക്കാൻ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയിരുന്നു. അകത്തേത്തറയിലെ മണിഗുരുക്കളുടെ മകനായ മനുരാജ് സ്കേറ്റിംഗ് മത്സരങ്ങളിൽ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. സ്കേറ്റിംഗ് യാത്രയിലൂടെ ശബരിമല ദർശനമെന്ന മനുരാജിന്റെ ആഗ്രഹത്തിന് വീട്ടുകാർ കൂട്ടുനിൽക്കുകയായിരുന്നു. കഴിവുകൾ സമൂഹത്തിന് പ്രചോദനമാകും വിധം ഉപയോഗിക്കുന്നവർ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടവരാണെന്ന്
മനുരാജിന് ആശംസകൾ നേരാനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. മനു അവൻ്റെ സ്വപ്രയത്നത്താൽ അഭ്യസിച്ചൊരു പ്രധാനപ്പെട്ട അവൻ്റെ കഴിവുകളിലൊന്നായ സ്കേറ്റിങ്ങിൻ്റെ ഭാഗമായി സ്കേറ്റ് ചെയ്ത് തന്നെ ശബരിമലയിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ പരിപാടി ഞാനുമായിട്ടുള്ളൊരു ബന്ധം പറഞ്ഞാൽ പാലക്കാട് MLA ആകുന്നതിന് മുമ്പ് എന്നെ ക്ഷണിച്ച പരിപാടിയാണ് ഈ പരിപാടി. അപ്പോൾ MLA ആകുന്നതിന് മുമ്പ് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വോട്ടില്ലെങ്കിലും അവിടെ ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണല്ലോ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള വ്യക്തിപരമായ വൈകാരികത കൂടി ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്തായാലും ഈ 3 ദിവസം മനോഹരമായി തന്നെ വിവിധ ആരാധനാലയങ്ങളിൽ സന്ദർശനം നടത്തി വിവിധ ക്ഷേത്രങ്ങളിൽ വാവരുപള്ളിയിൽ ക്ഷേത്ര ദർശനവും പള്ളി ദർശനവും ഒക്കെ നടത്തി ശബരിമലയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട മനുവിന് സ്നേഹാഭിവാദ്യങ്ങൾ. ചടങ്ങിൽ പ്രശസ്ത സംഗീത സംവിധായകൻ പ്രകാശ് ഉളിയേരി മുഖ്യാതിഥിയായി. K. ശിവരാജേഷ്, സന്തോഷ് കുന്നത്ത്, PK വാസു, MC സജീവൻ, S. കൃഷ്ണകുമാർ, വിനോദ് ചറാട്, MV രാധാകൃഷ്ണൻ, നിഖിൽ കണ്ണാടി, PK വേലായുധൻ, ഷിജു, KK അജയ് വർമ്മ, ബാബു പാടത്ത്, ഗുരുസ്വാമി കൃഷ്ണകുമാർ വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. മനുരാജിൻ്റെ അച്ഛൻ മണിഗുരുക്കളും നഴ്സ് കൂടിയായ അമ്മ രുക്മിണിയും യാത്രയെ അനുഗമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനപാത കാടുമൂടിയതോടെ മങ്കര അപകട മേഖലയായി മാറുന്നു. പാതയിലെ ഇരുവശത്തെയും കാടുകൾ വാഹന ഗതാഗതത്തിനും വലിയ ഭീഷണിയാണ്. കാടുകൾ പാത കൈയടക്കിയതോടെ കാൽനട യാത്രക്കാർക്കും റോഡിന്റെ നടുവിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. ഇതുമൂലം കാൽനട യാത്രക്കാർക്ക് ജീവഹാനിയും ഉണ്ടാകുന്നു. 6 മാസത്തിനിടെ 2 കാൽനട യാത്രക്കാർ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞിരുന്നു. മങ്കരവളവ് നേർറോഡായി മാറിയതോടെ വാഹനങ്ങളുടെ അമിത വേഗതയും കൂടി. കൂടാതെ പാതയുടെ ഇരുഭാഗത്തും കാടുയർന്നതോടെ കാൽനട യാത്രക്കാർക്കും ദുരിതമായി. പാതയുടെ ഇരുഭാഗത്തെയും കാടുകൾ പഞ്ചായത്ത് മുൻകൈയെടുത്ത് വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനപാതയിൽ അപകടങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നാടി ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ റോഡ് സൈഡിൽ നിറയെ ചെടികളും പൊന്തകളും വളർന്നിട്ട് വാഹനങ്ങളും കാണാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് വഴി സൈഡിൽ നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതാത് പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട ആൾക്കാർ ആ പഞ്ചായത്ത് നേതൃത്വം കൊടുത്തിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ വെട്ടിമാറ്റി റോഡിന് വാഹനങ്ങൾക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ അത് വളരെ ഒരു ഉപകാരപ്രദമാണ് എല്ലാവർക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഡിസംബർ 18 കരാർ തൊഴിലാളികളുടെ അവകാശ ദിനമായി ആചരിച്ചു. ഷൊർണൂരിൽ നടന്ന ദിനാചരണം CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കരാർ മേഖലയിലുള്ള തൊഴിലാളികളുടെ അവകാശ ദിനം ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ കരാർ തൊഴിലാളികൾ ഇവിടെ ആചരിക്കുന്നു. കരാർ മേഖലയിലുള്ള തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഏത് കാലഘട്ടത്തിലാണ് കരാർ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? 1991 നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അന്ന് ലോകത്തെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചടങ്ങിൽ KWA കരാർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ പ്രേമൻ സ്വാഗതം പറഞ്ഞു. KWA EU ജില്ലാ സെക്രട്ടറി K. രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം വിനോജ്, സവിത, കരാർ തൊഴിലാളി യൂണിയൻ ഡിവിഷൻ കമ്മിറ്റി അംഗം സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർധന കുടുംബത്തിന് SKSSFന്റെ കൈത്താങ്ങ്. മുള്ളൂർക്കരയിൽ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സുലൈമാന്റെ അപകട മരണത്തെ തുടർന്ന് നിരാലംബരായ കുടുംബത്തിനാണ് SKSSF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചു നൽകിയത്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സുലൈമാൻ ജോലിക്കിടെ അപകടത്തിൽപ്പെട്ട് 4 വർഷം മുൻപേ മരിച്ചിരുന്നു. ഇതോടെ വൃദ്ധരും കിടപ്പ് രോഗികളുമായ മാതാപിതാക്കളും സുലൈമാന്റെ 3 മക്കളടങ്ങുന്ന കുടുംബവും ഏറെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. ഈ കുടുംബത്തിന് താങ്ങും തണലുമാവുകയാണ് SKSSF എന്ന സംഘടന. SKSSFന്റെ ജില്ലാതല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്ങളുടെ സംഘടനയിലെ സഹപ്രവർത്തകനായിരുന്ന കുടുംബത്തിന് നിത്യവരുമാനം എന്ന ലക്ഷ്യത്തോടെയാണ് സൗഹൃദ ക്വാർട്ടേഴ്സ് നിർമ്മിച്ചു നൽകിയത്. ക്വാർട്ടേഴ്സിൽ നിന്നുള്ള വരുമാനം ഇനി മുതൽ സുലൈമാന്റെ കുടുംബത്തിന്റെ കണ്ണീരൊപ്പമെന്നതിൽ ഏറെ അഭിമാനിക്കുകയാണ് SKSSF എന്ന സംഘടന.
8.25 സെന്റ് സ്ഥലത്ത് 1330 സ്ക്വയർ ഫീറ്റിലാണ് ക്വാർട്ടേഴ്സിന് നിർമ്മാണം. കോഴിക്കോട് ഗാസി മുഹമ്മദ് കോയ തങ്ങൾ ക്വാർട്ടേഴ്സുകൾ സുലൈമാന്റെ കുടുംബത്തിന് കൈമാറി. ദീനീ സേവനത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. KSFന്റെ പ്രവർത്തനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ സമൂഹം ചേർത്ത് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദീനീ സേവന രംഗത്ത് ആര് പ്രവർത്തിക്കുന്നുവോ, സുന്നത്തമയത്തിന്റെ പ്രവർത്തനം ആര് പ്രവർത്തിക്കുന്നുവോ, അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും വലിയ ഗുണകരമായ പ്രവർത്തനമാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് സമസ്തക്കും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളൊക്കെ പങ്കാളികളാവണം. നമുക്ക് ലഭ്യമാവുന്ന നാളെ പാരത്രിക ജീവിതത്തിലേക്ക് പ്രാർത്ഥന. അതുകൊണ്ട് SKSSF ജില്ലാ പ്രസിഡന്റ് CM ഷരീഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മുഹീദ്ദീൻ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. ബഷീർ ഫൈസി ദേശമംഗലത്തിന്റെ മദീനയിലേക്ക് എന്ന പ്രഭാഷണത്തിന്റെ 401ാമത് എപ്പിസോഡും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സുലൈമാൻ കുടുംബ സഹായ സമിതി കമ്മിറ്റി ചെയർമാൻ ഷഹീർ ദേശമംഗലം സ്വാഗതവും മേഖലാ പ്രസിഡന്റ് ഷമീർ VM നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആനയെഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടിയെ സ്വാഗതം ചെയ്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. തൃശൂർ പൂരം പഴയ തനിമയോടെ നടക്കുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി. ആചാരങ്ങൾ നിലനിർത്തണമെന്ന സുപ്രീം കോടതി നിരീക്ഷണം ആശ്വാസകരമെന്ന് പാറമേക്കാവ് ദേവസ്വം അധികൃതർ. വിഷയത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന് ഇരുവിഭാഗത്തിന്റെയും വിമർശനം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടി CPM ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. കാറിൽ പോണോ പണ്ട് നമ്മൾ നടന്നിട്ടില്ലേ എന്ന് വിമർശകരോട് വിജയരാഘവൻ. പരാമർശം CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. അമിത്ഷായുടെ വിവാദ പരാമർശത്തിൽ പ്രതിഫലിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ദളിത് വിരുദ്ധ കാഴ്ചപ്പാടെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ഭരണഘടനാ ചർച്ചയിൽ അനാവശ്യ വിവാദം സൃഷ്ടിച്ചത് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്നും ആക്ഷേപം. നടി മീന ഗണേശ് അന്തരിച്ചു. അന്ത്യം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് വാണയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. നാടകരംഗത്ത് നിന്ന് സിനിമാ ലോകത്തെത്തിയ മീന ഗണേശ് അഭിനയകലയ്ക്ക് സമ്മാനിച്ചത് അതുല്യ സംഭാവന. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.